കേരള തീരത്തെ കപ്പലപകടത്തിൽ കൃത്യമായ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. വീണ്ടും സമാനമായ കപ്പലപകടം ഉണ്ടായല്ലോ എന്ന് കോടതി ചോദിച്ചു. ചട്ടങ്ങളും അന്താരാഷ്ട്ര കരാറുകളും പരിശോധിക്കണമെന്നും സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ഇപ്പോൾ ചേരുന്നു. രേഷ്മ, സർക്കാർ ഇവിടെ കാര്യമായൊന്നും ചെയ്യുന്നില്ല ഈ കപ്പലപകടങ്ങളിൽ എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടോ? അതുകൊണ്ടാണോ ഈ നിർദ്ദേശങ്ങൾ, വിമർശനം? കൃഷ്ണരാജ്, അതായത് 18 ദിവസങ്ങൾക്ക് ശേഷമാണ് MSC എൽസ 3യുടെ അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിക്കെതിരെയും അതോടൊപ്പം തന്നെ ജീവനക്കാർക്കെതിരെയും കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച സമയത്താണ് സർക്കാരിനോട് വലിയ രീതിയിൽ വിമർശന രൂപേണ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചത്? ഒപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ നടപടികൾ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന് കാരണമാകും എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരിനോട് ഇതുവരെ ചെലവാക്കിയ കണക്ക്, അതായത് ഈ വാൻഹായ് 503 കപ്പലപകടം, അതോടൊപ്പം തന്നെ MSC എൽസ 3 കപ്പലപകടം, ഇതുമായി ബന്ധപ്പെട്ട് എത്ര പണമാണ് ചെലവാക്കിയത്, ഇതിന്റെ കണക്കും വിശദാംശങ്ങളും അടുത്ത തവണ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് സമർപ്പിക്കാനായിട്ട് സർക്കാരിനോട് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. AG ആണ് സർക്കാരിന് വേണ്ടിയിട്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായത്. AG പറഞ്ഞിട്ടുള്ളത് കേന്ദ്രമാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്, അതോടൊപ്പം തന്നെ പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കത്തുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഇത് വൈകിയത്, നടപടിക്രമങ്ങൾ വൈകിയത് എന്നുള്ള ഒരു മറുപടി വിശദീകരണമാണ് സർക്കാരിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് പൊതുജനങ്ങളുടെ നികുതി പണം ഇതിനു വേണ്ടിയിട്ട് എന്തിനാണ് ചെലവാക്കുന്നത്? കപ്പൽ കമ്പനിയിൽ നിന്ന് ഈ നഷ്ടം ഈടാക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. ഒപ്പം തന്നെ പരിസ്ഥിതിക്ക് വലിയ രീതിയിൽ നാശം ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്കേറ്റ ആഘാതം അത് എത്രയാണെന്ന് പരിശോധിക്കണം, അതിൻ്റെ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. അതുകൂടാതെ തന്നെ ഈ വിഷയത്തിൽ ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സിവിൽ ക്രിമിനൽ നടപടികൾ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അടുത്ത തവണ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇതുവരെ ചെയ്ത നടപടികൾ, ഇതുവരെ ഏതൊക്കെ വിധത്തിൽ സാധ്യമായിട്ടുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. സാധ്യമായിട്ടുള്ള എല്ലാ സിവിൽ ക്രിമിനൽ നടപടികളും സ്വീകരിക്കണമെന്നുകൂടി ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുവരെ ഈ പരിസ്ഥിതിക്കേറ്റ ആഘാതം അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൂടി നൽകുകയും വേണം. ചെലവാക്കിയ തുക അത് പരിശോധിച്ച് എത്രയാണെന്നും കൃത്യമായിട്ട് മറുപടി രേഖാമൂലം ഹൈക്കോടതി അറിയിക്കുകയും വേണം. എന്തായാലും സർക്കാരിനോട് ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ എടുത്തിട്ടുള്ള നടപടികൾ അതിൽ ഒരു അലംഭാവം ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ 18 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു കേസ് എടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നത്. പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റൽ പോലീസ് അത്തരം നടപടി സ്വീകരിച്ചത്. ആ വൈകിപ്പിക്കൽ തന്നെ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ അത് തുടർക്കഥയാകുന്നതിന് കാരണമാകുമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതോടൊപ്പം ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവിറക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അപകടം സംബന്ധിച്ചുള്ള കാര്യത്തിൽ എത്രത്തോളം പണം ചെലവഴിച്ചതെന്ന് മാത്രമല്ല, ഈ അപകടത്തിന്റെ എല്ലാ വശങ്ങളും ഹൈക്കോടതി റിപ്പോർട്ടായിട്ട് അമിക്കസ് ക്യൂറിക്ക് പറയേണ്ടി വരും, റിപ്പോർട്ട് നൽകുകയും വേണം. എന്തായാലും അമിക്കസ് ക്യൂറി നിയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇടക്കാല ഉത്തരവിറക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായേക്കുക. എന്തായാലും നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം. ഈ നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള കരാറുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻ, കേരള തീരത്തെ കപ്പലപകടങ്ങളിൽ കൃത്യമായ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.